നേപ്പാളിനെ വിറപ്പിച്ച മിന്നൽ പ്രളയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹിമാലയൻ മലനിരകളിലെ വലിയൊരു ഗ്ലേസിയർ പെട്ടെന്ന് തകർന്നു വീണതാണ് ഈ ദുരന്തത്തിന്റെ പ്രധാന തുടക്കം. ഗ്ലേസിയർ തകർന്നതിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ടൺ മഞ്ഞും പാറകളും മണ്ണും അടങ്ങുന്ന വൻ മലയിടിച്ചിൽ, മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന അവശിഷ്ടങ്ങൾ ലെങ്ങേ നദിയുടെ ഒഴുക്ക് പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും അവിടെ താൽക്കാലികമായി ഒരു തടാകം രൂപപ്പെടുത്തുകയും ചെയ്തു. മിനിറ്റുകൾക്കകം വൻതോതിൽ വെള്ളം കെട്ടിനിൽക്കുകയും സമ്മർദ്ദം താങ്ങാനാവാതെ താൽക്കാലിക മൺതിട്ട പെട്ടെന്ന് തകരുകയും ചെയ്തു. ഇതാണ് അതിശക്തമായ മിന്നൽ പ്രളയമായി മാറിയത്. ഹിമാലയൻ മേഖലയിലെ താപനില ഉയരുന്നതുമൂലം മലനിരകളെ ഉറപ്പിച്ചു നിർത്തുന്ന, പതിറ്റാണ്ടുകളായി തണുത്തുറഞ്ഞു കിടക്കുന്ന മണ്ണും പാറയും അടങ്ങുന്ന പെർമോഫ്രാസ്റ്റ് ഉരുകാൻ തുടങ്ങി. ഇത് മലഞ്ചെരിവുകളുടെ ഘടന ദുർബലമാക്കുകയും ഹിമാനികളുടെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ദുരന്തം ആദ്യം ഒരു വലിയ ഭൂചലനം മൂലമാണ് ഉണ്ടായതെന്ന് കരുതിയെങ്കിലും വൻതോതിലുള്ള ഗ്ലേസിയർ തകർച്ചയും മലയിടിച്ചിലും സൃഷ്ടിച്ച പ്രകമ്പനമാണ് റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായി മാറിയതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിനു ശേഷം സംഭവിച്ചതെന്ത്? പ്രളയത്തിലും മണ്ണൊലിപ്പിലും പെട്ട് 160-ലധികം ആളുകൾ മരണപ്പെട്ടു. തീർത്ഥാടകരും ട്രെക്കിംഗ് നടത്തുന്നവരുമായ നൂറുകണക്കിന് വിദേശ വിനോദസഞ്ചാരികളെ കാണാതായിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ, അമേരിക്ക, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. രക്ഷാപ്രവർത്തനത്തിന് പോയ നേപ്പാൾ പോലീസുകാർ, സൈനികർ, വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ എന്നിവരെയും കാണാതായിട്ടുണ്ട്. ടിബറ്റ് അതിർത്തിയിൽ 550-ലധികം പേരെ കാണാതായതായി ചൈന അറിയിച്ചു. നദീതീരത്തുണ്ടായിരുന്ന നിരവധി ഗ്രാമങ്ങളും വിപണികളും പൂർണ്ണമായി ഒലിച്ചുപോവുകയോ ചെളിയിൽ മുങ്ങുകയോ ചെയ്തു. പ്രധാന റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ ദുരന്തബാധിത പ്രദേശങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ചൈനയുമായുള്ള അതിർത്തി വ്യാപാര കവാടമായ രസുവഗഡിയിലെ ഗ്യാറോങ് പോർട്ടിൽ ചെളി നിറഞ്ഞ് വൻ നാശനഷ്ടമുണ്ടായി. ജലവൈദ്യുത നിലയങ്ങൾ തകർന്നതിനാൽ പ്രദേശത്ത് വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കുകളും പൂർണ്ണമായി നിലച്ചു. 3000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നേപ്പാൾ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടവരെ ഹെലികോപ്റ്ററുകൾ വഴിയാണ് കാഠ്മണ്ഡുവിലേക്ക് മാറ്റുന്നത്. ടിബറ്റ് അതിർത്തിയിൽ സ്നിഫർ നായ്ക്കളും ബോട്ടുകളും 800ഓളം ദുരന്ത നിവാരണ പ്രവർത്തകരുമായി ചൈന വൻതോതിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്ത്യ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവർ നേപ്പാളിന് അടിയന്തര ധനസഹായവും ദുരിതാശ്വാസ സാമഗ്രികളും നൽകുന്നുണ്ട്.